വി ഡി സതീശൻ സർക്കാർ അധികാരമേറ്റ ശേഷം ആദ്യമായി ചേരുന്ന നിർണായക UDF മുന്നണി ഏകോപന സമിതി യോഗം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ നടന്നു. സർക്കാരിന്റെ കീഴിലുള്ള വിവിധ ബോർഡുകളുടെയും കോർപ്പറേഷനുകളുടെയും തലപ്പത്തേക്കുള്ള നിയമനങ്ങളും ഘടകകക്ഷികൾക്കുള്ള പദവി വിഭജനവുമാണ് യോഗത്തിലെ പ്രധാന അജണ്ട. സംസ്ഥാന ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളിൽ UDF മുന്നണി അന്തിമ തീരുമാനമെടുക്കും. PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നണി യോഗത്തിൽ ചർച്ചയാകും. സർക്കാരും മുന്നണിയും തമ്മിലുള്ള കൃത്യമായ ഏകോപനത്തിനായി ഒരു ഉന്നതാധികാര സമിതി രൂപീകരിക്കണമെന്ന ആവശ്യം മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഭരണപരിഷ്കാര കമ്മീഷൻ പദവി ഉൾപ്പെടെയുള്ള പ്രധാന സ്ഥാനങ്ങൾക്കായി മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് എന്നീ ഘടകകക്ഷികൾ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഈ യോഗത്തിൽ UDF കൺവീനർ അടൂർ പ്രകാശ്, PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള പ്രമുഖ മുന്നണി നേതാക്കൾ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 99. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.